എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ കിറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം വിഷു സ്പെഷ്യൽ കിറ്റ് ഉണ്ടായിരുന്നു. ഒരു അവസാന കിറ്റാണ്, എൻ്റെ APL കാർഡാണ്. അപ്പോൾ കിറ്റ് നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അതും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ ഞാൻ വിളിച്ചാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം വെള്ള തുണിസഞ്ചിയിലാണ് ഈ ഒരു കിറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് കൂടുതൽ ഐറ്റങ്ങളുണ്ട് ഈ വിഷു സ്പെഷ്യൽ കിറ്റിൽ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ കെട്ടേജ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സാധനം ആട്ടയാണ്. ശബരിയുടെ തന്നെ ആട്ടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചക്കി ഫ്രഷ് ആട്ടയാണ്. ഏകദേശം 1 കിലോയോളമാണ് ഈ ഒരു ആട്ട വരുന്നത്. ശബരി ചക്കി ഫ്രഷ് ആട്ട. അപ്പോൾ നമുക്ക് ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സാധനം വരുന്നത് പഞ്ചസാരയാണ്. ഏകദേശം 1 കിലോയോളം പഞ്ചസാരയാണുള്ളത്. ഇതിൽ സപ്ലൈകോയുടെ എഴുത്തൊന്നും കാണുന്നില്ല. സാധാരണ മുമ്പ് വന്ന കവറിലൊക്കെ സപ്ലൈകോയുടെ പാക്കിംഗ് ആയിരുന്നു. ഇത് സാധാ ഒരു കവറിൽ പാക്ക് ചെയ്തതാണെന്ന് തോന്നുന്നത്. ഏകദേശം 1 കിലോയോളം പഞ്ചസാരയാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഈ ട്യൂമറിക് പൗഡർ അഥവാ മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം 100 ഗ്രാം മഞ്ഞൾപ്പൊടിയാണുള്ളത്. ഏകദേശം 19 രൂപയാണ് ഇതിൽ ഇതിൻ്റെ MRP കാണിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. മൂന്നാമത്തെ സാധനമാണത്. ഇനി അടുത്തത് ഉഴുന്നാണ്. ഉഴുന്നാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 500 ഗ്രാം ഉഴുന്നാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള ഒന്നാണ്. പക്ഷേ ഇതിലും സപ്ലൈക്കോടെ എത്താൻ മറ്റൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സാധനം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇതേപോലെ തന്നെ 100 ഗ്രാം മല്ലിപ്പൊടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം വരുന്നത് 18 രൂപയാണ് ഇതിൽ MRP കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മഞ്ഞൾപ്പൊടി തന്നെയാണ്. ഗ്രീൻ മൗണ്ടിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് മല്ലിപ്പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പയറാണ്. ഇതും ഏകദേശം 500 ഗ്രാം പയറാണുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സാധനം ശബരിയുടെ വെളിച്ചെണ്ണയാണ്. 500 മില്ലി വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പൊക്കെ ശബരിയുടെ തന്നെയാണ് വെളിച്ചെണ്ണയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ശബരിയുടെ വെളിച്ചെണ്ണയും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് 500 മില്ലി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് ശബരി ബ്രൈറ്റ് വാഷിംഗ് സോപ്പ്, അലക്ക് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വിഷു കിറ്റിൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു അലക്ക് സോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ബാത്ത് സോപ്പുണ്ട്, കുളിസോപ്പുണ്ട്, അത് നമുക്ക് എടുക്കാം. അടുത്തത് ഇപ്പോൾ ഇതാ കുളിസോപ്പ്. ഇതാണ് ശബരിയുടെ തന്നെയാണ് കുളിസോപ്പ്. ഗ്ലാമർ കുളിസോപ്പ് എന്നാണ് കാണിക്കുന്നത്. ഏകദേശം 100 ഗ്രാമോളമാണ് ഈ ഒരു കുളിസോപ്പ് ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വിഷു കിറ്റിൽ സ്പെഷ്യലായിട്ട് ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് എന്താണ് ഐറ്റം എന്ന് നോക്കാം. അടുത്തത് കിട്ടിയിരിക്കുന്നത് ചായപ്പൊടിയാണ്. ഇത് സ്പെഷ്യലായിട്ടുള്ളതാണ്. ഒരു 100-150-200 ഗ്രാം ചായപ്പൊടി ഉണ്ടാകുന്നത് വിചാരിക്കാം. ഇതിങ്ങനെ കെട്ടിയിട്ടാണുള്ളത്. ശരിക്കും പാക്കിങ് വരുന്നതെന്നറിയില്ല. എല്ലാം കുഴപ്പമില്ല, ചായപ്പൊടിയും കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് മുളക് പൊടിയാണ്. ചില്ലി പൗഡർ, ഗ്രീൻ മൗണ്ടിൻ്റെ തന്നെ മുളക് പൊടിയാണ്. ഏകദേശം 100 ഗ്രാം മുളക് പൊടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നമുക്ക് 100 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത്. 27 രൂപയാണ് ഈ ഒരു മുളക് പൊടിക്ക് MRP ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് പയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 500 ഗ്രാം പയറാണ് നമുക്കുള്ളത്. 500-ൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്ത സാധനം പൊടിയുപ്പാണ്. ഏകദേശം 1 കിലോയോളം പൊടിയുപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊടിയുപ്പും അവിടെ നിന്ന് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഉലുവയാണ്. ഒരു 150 ഗ്രാം മറ്റും ഉലുവയുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷു കിറ്റിൽ ആവശ്യത്തിലധികം സാധനങ്ങളാണുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവസാന സാധനം പരിപ്പാണ്. ഒരു 250 ഗ്രാം പരിപ്പെങ്ങാണ്ട് ഉണ്ടാവുമായിരിക്കും. സപ്ലൈക്കോടെ തന്നെ. അപ്പോൾ ഇതിലിങ്ങനെ വലിയ കവറായതുകൊണ്ട് അവർ കെട്ടിയിട്ടൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ പരിപ്പുണ്ട്. അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് ഈ ഒരു വിഷു കിറ്റിലുള്ളത്.
അപ്പോൾ ഇതുവരെയും കിറ്റ് മേടിക്കാത്തവർ എല്ലാവരും ഈ ഒരു വിഷു സ്പെഷ്യൽ കിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ സർക്കാരിൻ്റെ അവസാനത്തെ ഒരു സ്പെഷ്യൽ കിറ്റാണ്. ആവശ്യത്തിലധികം സാധനങ്ങളുമുണ്ട്. നിരവധി APL കാർഡുകാർ ഇപ്പോഴും മേടിച്ചില്ല. അതുപോലെ തന്നെ ബാക്കി കാർഡുകാർ മേടിക്കാനുണ്ട്. അപ്പോൾ മേടിക്കാനുള്ള എല്ലാവരും നിർബന്ധമായി ഒരു കിറ്റ് കരസ്ഥമാക്കണമെന്നാണ് പറയാനുള്ളത്. അടുത്ത സർക്കാർ വന്നാൽ മാത്രമാണ് ഇനി അടുത്ത എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക. ഈ ഒരു സ്പെഷ്യൽ കിറ്റൊക്കെ ഇനി ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ. താങ്ക് യു.